ചാർലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പിസ്സ ഉണ്ടാക്കാനായിട്ട് നോക്കാമേ. അതിനായിട്ട് ഒരു 2 കപ്പ് ചെറിയ ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, തിളച്ചാറിയ ചെറിയ ചൂടുവെള്ളം ഒരു 2 കപ്പ്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഒരു 2 ടീസ്പൂണ് ഹണി, ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, അത്രയും ചേർത്ത് 3/4 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് 3/4 മണിക്കൂറായി ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് നോക്കാം. 3 കപ്പ് മൈദാമാവുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഈസ്റ്റും ഒക്കെ ചേർത്തുള്ള വെള്ളം. ഇതിനകത്ത് ഹണിയാണ് ചേർത്ത് കാണിച്ചത്. ഹണിക്ക് പകരം പഞ്ചസാരയാണെങ്കിൽ നമ്മൾ ഇത് ചേർക്കാം. ഒരു പകുതി വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇത് കുഴച്ച് നോക്കാം. നമുക്കിത് ഒരു 15 മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് എടുക്കണം. മാവിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കുഴച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ശകല എണ്ണയൊക്കെ തൂകി കയറാതിരിക്കാനെ കൊണ്ട് മൂടി നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം. നനഞ്ഞ ഒരു നാപ്കിൻ വെച്ച് ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് 2-3 മണിക്കൂർ ഇരുന്ന് ഇത് പൊങ്ങണം. ഇതങ്ങ് ഡബിളാകും. അത് കഴിഞ്ഞ് നമുക്ക് പിസ്സ ഉണ്ടാക്കാം. പിസ്സ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ നമ്മൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു 2 മണിക്കൂർ. അപ്പോൾ അത് പൊങ്ങി ഡബിളായിട്ടുണ്ട്. ഇനി പിസ്സ ഉണ്ടാക്കാനായിട്ട് ഇത് 3 മണിക്കൂർ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന മാവ് റെസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി തന്നെ ഇതുപോലെ പരത്തി എടുക്കണേ. പരത്തി ആ ട്രേയിലോട്ട് പരത്തി എടുക്കുക. നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ഞെക്കി നമ്മളത് പരത്തി ആ ട്രേയിൽ വലുതായിട്ട് പരത്തി എടുക്കണം. കണ്ടോ, ഞെക്കുന്ന കണ്ടല്ലോ ആ രീതിയിൽ. പിസ്സയ്ക്ക് ഇവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫോർക്ക് വെച്ച് എല്ലായിടും ഒന്ന് കുത്താം. വേണ്ട ആ രീതിയിലെല്ലാം ഒന്ന് കുത്താം. കണ്ടല്ലോ, പിസ്സ സോസ് ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇട്ടുതരാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാവ് അതിനകത്തോട്ട് സോസ് ഒഴിക്കാം. എല്ലാം ഒന്ന് പുരട്ടി വെക്കാം മൊത്തത്തിൽ. വേണ്ട സോസ് എല്ലായിടവും നമുക്ക് അങ്ങോട്ട് പുരട്ടാം. കണ്ടില്ലേ ചെയ്യുന്നത്, നോക്ക്. എല്ലായിടവും പുരട്ടി അത് ഫുള്ള് കവർ ചെയ്യുന്നിടം വരെ നമുക്ക് ആ സോസ് അങ്ങോട്ട് പുരട്ടാം. പിസ്സ എല്ലാം നമുക്ക് പിന്നെ സോസൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ചീസ് ഇടാം. ഇതിപ്പം ചീസ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതല്ല, ഇനി അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് വെജിറ്റബിൾ ഇടാം, ചിക്കൻ ഇടാം, ബീഫ് ഇടാം, എന്തോ വേണമെങ്കിലും ഇടാം, മഷ്റൂം ഇടാം. അങ്ങനെ പല ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ചീസ് പിസ്സയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചീസ് ഇടാം. ഈ ചീസാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ചീസ് അങ്ങോട്ട് തന്നെ ഇങ്ങനെ ചെതറി അങ്ങോട്ട് ഇടണേ. ചീസൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ചീസ് പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം.
എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പിസ്സ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാം എളുപ്പമാണ്, ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു പിസ്സയാണ്. Is it good, Jeremy? Yeah.